ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ ഒരു ട്രിക്കിനെ പറ്റിയാണ്. അതായത് നമ്മുടെ ലാലേട്ടന്റെ ഈ ഫോട്ടോയും വിജയുടെ ഈ ഫോട്ടോയും കൂടെ മെർജ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാക്കി എടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത്തരത്തിൽ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അത്തരത്തിലൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഈ രണ്ട് ഫോട്ടോയും ഫോട്ടോഷോപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ ലാലേട്ടന്റെ ഫോട്ടോയും അതുപോലെ വിജയുടെ ഫോട്ടോയും ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലാലേട്ടന്റെ ഫേസിലോട്ട് വിജയുടെ ഫേസ് കൊണ്ടുവന്ന് മെർജ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട വിജയുടെ ഈ ഒരു ഫേസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ലേസർ ടൂൾ യൂസ് ചെയ്യാം. ലേസർ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു ഫേസിന്റെ കുറച്ച് പോർഷൻസ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഫുള്ള് വേണ്ട, നമുക്ക് ആ ഒരു ഫേസിന്റെ ഞാൻ ഈ കട്ട് ചെയ്യുന്ന ഇത്രത്തോളം പോർഷന്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ലേസർ ടൂൾ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് Ctrl+C കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ലാലേട്ടന്റെ ഫോട്ടോ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. Ctrl+V കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു വിജയുടെ ഫേസിന്റെ അത്ര പോർഷൻസ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇനി Ctrl+T കൊടുത്ത് നമുക്ക് അതൊന്ന് സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജിന്റെ ആ ഒരു ഫേസിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വിജയുടെ ഫേസ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് അലൈൻമെന്റ് ഒക്കെ ചെയ്തെടുക്കാം. ഓക്കെ, ഏകദേശം ഒന്ന് അലൈൻമെന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ വിജയുടെ ഫേസ് ഉണ്ടല്ലോ, ലെയർ 1, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഒപ്പാസിറ്റി നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് നോക്കാം. ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ആ ഒരു രണ്ട് കണ്ണും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതായത് നമ്മുടെ ആ ഒരു വിജയുടെ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ആ ഒരു നമ്മുടെ ലാലേട്ടന്റെ കണ്ണിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ വെക്കേണ്ടതാണ്. അതാണ് ഞാൻ ഏകദേശം അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് നോക്കാൻ കാണാൻ സാധിക്കും നമ്മുടെ കണ്ണുകൾ രണ്ടും ഉണ്ടോ ഒരേ പൊസിഷനിൽ വന്നതുണ്ടോ. രണ്ട് ഫോട്ടോയിലും കണ്ണുകൾ ഒരേ പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ആ ഒരു ഒപ്പോസിറ്റി നമ്മൾ വീണ്ടും കൂട്ടി വെക്കുക, കുറച്ചത് കൂട്ടി വെക്കുക. ഓക്കെ, ഇപ്പം വിജയുടെ ഫേസ് തെളിഞ്ഞ് കാണാം നമുക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ട ലെയർ 1 സെലക്ട് ആണോ നോക്കാം, അതായത് വിജയുടെ ആ ഒരു ഇമേജ് സെലക്ട് ആണോ നോക്കാം. എന്നിട്ട് ഇവിടെ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉണ്ടല്ലോ, ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് എന്നത് ഇവിടെ മോഡിഫൈ എന്നത് നോക്കാം. അവിടെ കോൺട്രാക്ട് എന്നതുണ്ട്. അപ്പൊ അത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് കോൺട്രാക്ട് ബൈ അതിന്റെ വാല്യൂ 12 ആകുമെന്ന് നോക്കാം. 12 അല്ല എന്നുണ്ടെങ്കിൽ 12 ആക്കി കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പൊ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു സെലക്ഷൻ ഒന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അതിവിടെ ലോക്കായി കിടക്കുക, അതൊന്ന് മാറ്റണേ. ഡബിൾ ക്ലിക്ക് കൊടുത്തിട്ട് ആ ലോക്ക് ഒന്ന് മാറ്റുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ലാലേട്ടൻ ലെയർ ഉണ്ടല്ലോ, അതായത് ലെയർ 0, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കീബോർഡിൽ ഡിലീറ്റ് എന്നതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ആ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന വിജയുടെ പോർഷന് ബാക്ക്ഗ്രൗണ്ടിലായിട്ടുള്ള നമ്മുടെ ലാലേട്ടന്റെ പോർഷൻസ് അത്രയും ഡിലീറ്റ് ആവുന്നതായിരിക്കും. നമുക്ക് ഇതൊന്ന് ഹൈഡ് ചെയ്യാം. വിജയുടെ ആ ഒരു ഫോട്ടോ ഒന്ന് ഹൈഡ് ചെയ്യാം. കേട്ടോ, ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോ സെലക്ട് ചെയ്ത അത്രയും പോർഷൻസ് ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ സെലക്ഷൻ മാറ്റല് അത് അവിടെ തന്നെ നടക്കട്ടെ. എന്നിട്ട് ലെയർ 1ഉം ലെയർ 0യും നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. രണ്ട് ലെയറും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എഡിറ്റ് എന്നതില് നോക്കാന്നുണ്ടെങ്കിൽ ഓട്ടോ ബ്ലെൻഡ് ലെയർ എന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഈ രണ്ട് ലെയറും ഇവിടെ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഓട്ടോ ബ്ലെൻഡ് ലെയർ എന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ കൂട്ടുകാർ ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ രണ്ട് ലെയർ നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓട്ടോ ബ്ലെൻഡ് ലെയർ എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പനോരമ അതുപോലെ സ്റ്റാക്ക് ഇമേജ് ഉണ്ട്. നമുക്ക് സ്റ്റാക്ക് ഇമേജ് എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വേറെ ഓപ്ഷൻസിലൊന്നും ചേഞ്ചസ് വരുത്തണ്ട, ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കാമെങ്കിൽ മെർജായി ഇതാണ്ട് നമുക്ക് രണ്ട് ഇമേജും കൂടെ മെർജായിട്ട് ഒരൊറ്റ ഇമേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. നേരത്തെ നമ്മുടെ വിജയുടെ ആ ഒരു ഇമേജിന്റെ കളർ ടോണും
നമ്മുടെ ലാലേട്ടന്റെ ഇമേജ് കളർ ടോണും എല്ലാം ഒരേപോലെ അഡ്ജസ്റ്റ് ആക്കി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇമേജസ് രണ്ടും ഒരേ ഫേസ് ഡയറക്ഷനിലുള്ളത് തന്നെ എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തതിലും പെർഫെക്റ്റ് കുറവൊന്നുമില്ല, എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ തന്നു മാത്രം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സ്വാപ്പിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ 6 പാക്ക് പോലുള്ള ബോഡി സ്വാപ്പിംഗ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത്തരത്തിൽ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അതുപോലെ ഇത്തരത്തിലുള്ള ട്രിക്കുകളെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമന്റ് ചെയ്ത് അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.